കഴിഞ്ഞ 1.5 മാസത്തിനുള്ളിൽ ഏകദേശം 3ഓളം ടാങ്കർ കാർഗോ ഷിപ്പുകളാണ് അമേരിക്കൻ നേവൽ ഫോഴ്സ് ഈ പറയുന്ന ഒമാൻ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് അവിടെ മുക്കിയത്. അതായത് അതിനെ ഫയർ ചെയ്തു, ബോംബ് ചെയ്തു, നശിപ്പിച്ച് കളഞ്ഞു. 3ഓളം, അതിലേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, 3ഓളം സെയിലേഴ്സ്, അതായത് കപ്പൽ ജോലിക്കാർ, ഇന്ത്യക്കാർ 3 പേര് കൊല്ലപ്പെട്ടു. അടുത്ത ചോദ്യം, ഇത്രയും ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതിനെപ്പറ്റി ഒരു വാക്ക് പറയാത്ത? അമേരിക്ക തെറ്റ് കാണിച്ചു. ഒരു ഫോറിൻ അഫയേഴ്സിലെ ഒരു ജോയിൻറ്റ് സെക്രട്ടറി ജയ്സ്വാൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു, പ്രതിഷേധം അറിയിക്കുന്നു, ഇത് മാത്രമേ പറയുന്നുള്ളൂ. എന്തുകൊണ്ടാണ് അമേരിക്ക ഇതേപോലെ കാണിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രതികരണം? ഇവിടുത്തെ സംഘപരിവാറുകാരൊക്കെ പറയുന്നുണ്ട് മോദി ഭയങ്കര ധൈര്യവാനാണ്, അമേരിക്കയും ചൈനയും റഷ്യയും ഒക്കെ പാഠം പഠിപ്പിക്കും. ഞാൻ കൃത്യമായിട്ട് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, മോദി എന്ന് പറഞ്ഞ അമേരിക്കയുടെ മുമ്പിൽ എലിയേക്കാളിലും കഷ്ടം. അയാൾക്ക് പേടിയായി സംഭവം അമേരിക്കയെ. അതതിൻ്റെ കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അമേരിക്ക വാർ നിർത്താൻ പറഞ്ഞു, നിർത്തി, അത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന ചാട്ടമൊന്നും, ഈ പറയുന്ന മോദിക്ക് ഭയമാണ് അമേരിക്കയെ, തീർത്തും ഭയമാണ്. 3ഓളം ഇന്ത്യൻ ഷിപ്പ് എന്ന് പറയുമ്പോൾ ഈ പല ഷിപ്പുകളും കാർഗോ, ഈ ടാങ്കർ വെസൽസ് എന്ന് പറയുന്നത് പല രാജ്യങ്ങളിൽ രജിസ്റ്റർ ചെയ്തതാണ്. അതിൻ്റെ അകത്ത് ജൽവീർ, അതും വേറൊരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്തേക്കുവാണ്, കാരണം ഇന്ത്യയിലെ ടാക്സ് കൂടുതലാണ്. ഇപ്പം മറ്റുള്ള രാജ്യത്തിലെ ഷിപ്പാണെങ്കിൽ തന്നെയും ഇത് കോൺട്രാക്റ്റ് എടുത്തിരിക്കുന്ന ഇന്ത്യൻ കമ്പനികളാണ്. ഈ പറയുന്ന ഷിപ്പുകൾ കോൺട്രാക്റ്റ് എടുത്തിരിക്കുന്നത് അവർ ഇന്ത്യയിലെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനിയുമായിട്ട് ഒരു ധാരണയിലാകും. അങ്ങനെയാണ് ഈ ക്രൂഡ് ഓയിൽ ഇവർ ഈ പറയുന്ന ഇറാനിൽ നിന്നും എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലും ഇന്ത്യയിലെ മീഡിയ ഒക്കെ പറയുന്നു, ഒരു ഷിപ്പ് ഇപ്പോൾ ഹോർമുസ് കടന്ന് വന്നു, ഭയങ്കര സ്കോർ ചെയ്തു. മനസ്സിലാക്കാതെ അവരറിഞ്ഞുകൊണ്ട് വിടുന്നതാ, അറിയാതെ ഒന്നും അല്ല. അല്ലാതെ ഇന്ത്യയുടെ വലിയ സംഭവമൊന്നും അല്ലാതെ. കാരണം അവിടെ പോയി ഇന്ത്യക്ക് എന്ത് ചെയ്യുക? അല്ലെങ്കിൽ ഇത്രയും പ്രശ്നമുള്ള ട്രബിൾഡ് വാട്ടറാണ്, വലിയ ഇഷ്യൂ ഉള്ള സ്ഥലമാണ്, കാരണം വാർ കിടക്കുക. അവിടെ ചെയ്യേണ്ടത് ഗവൺമെൻറ് ഓഫ്, അതായത് മോദിക്ക് ധൈര്യമുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇന്ത്യയുടെ പെട്രോളിംഗ് നേവൽ വെസൽസ്, അതായത് നേവി ഉണ്ട്, നമുക്കിഷ്ടം പോലെ പെട്രോളിംഗ് വെസൽസ് ഉണ്ട്, അവരെ സെക്യൂരിറ്റി ആയിട്ട് വിടാം. മറ്റേ സൂയസ് കനാലിൽ ഹൂത്തികളുടെ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞ സമയത്ത് ഇന്ത്യൻ ഷിപ്പുകളെ അറ്റാക്ക് ചെയ്തു. ആ സമയത്ത് മോദി ഗവൺമെൻറ് ഇന്ത്യൻ നേവിയാണ് അവിടുത്തെ പെട്രോളിങ്ങിന് വിട്ടത്. കാരണം ഇന്ത്യൻ ഷിപ്പുകൾ സുരക്ഷിതമായിട്ട്, ഇന്ത്യൻ കാർഗോ ഷിപ്പുകൾ എത്താൻ വേണ്ടി. എന്തുകൊണ്ടാണ് ഇവിടെ അമേരിക്കക്കെതിരെ ഈ ഇന്ത്യൻ നേവി അങ്ങോട്ട് പറഞ്ഞു വിടാത്തതിൻ്റെ കാര്യം എന്താ? അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരത്തില്ല, അതാ എൻ്റെ കാര്യം. കാരണം അവനിത് പൊടിച്ച് ദൂരെ കളയും. ഇത്രയേ ഉള്ളൂ ഇന്ത്യ. നിങ്ങൾ ഈ മോദിയെ ഗുരുവൊന്നും ആക്കുമൊന്നും വേണ്ട. അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തോട് ധൈര്യമായിട്ട് പറയുവാൻ നരേന്ദ്രമോദിക്ക് കഴിവില്ലാത്തൊരു ഭരണാധികാരിയാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറയാം. അതിനുള്ള ധൈര്യമൊന്നുമില്ല. കാരണം ഓരോ ദിവസത്തെ ഇന്ത്യയിലെ എക്കണോമി ഡെവലപ്മെൻറ്റ്, എക്കണോമി താപ്പോട്ട് പോകുന്നു, എല്ലാം താപ്പോട്ട് പോകുന്നു. ഇതിൻ്റെയൊക്കെ കാരണം എന്തുവാ? മോദി അമേരിക്ക ബന്ധം മോശമായതിൻ്റെ പേരിലാണ്. ഇനി ഇറാനി കാണിച്ച പരിപാടിയാണ് തമാശ. ഷാഡോ ഷിപ്പിനെ ഉപയോഗിച്ചു. അതായത് അമേരിക്ക അവിടെ ബ്ലോക്കേഡുണ്ട്, എക്കണോമിക്കൽ ബ്ലോക്കേഡുണ്ട്. അതിനെ മറികടന്ന് വന്നു കഴിഞ്ഞാൽ അവരത് ഫയർ ചെയ്യുമെന്നറിയാം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട പോയിൻ്റുണ്ട്, റഷ്യയുമായി ബന്ധപ്പെട്ട ഷിപ്പുകൾ അവരെ അമേരിക്ക പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. വ്ളാദിമിർ പുടിന് അനങ്ങാൻ പറ്റിയോ? 5-6 ഷിപ്പുകളാണ് റഷ്യയുടെ എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്, ഷാഡോ ഷിപ്പുകൾ. ഈ സാങ്ഷൻ അതിനെ മാറ്റി അവർ വിൽക്കാൻ ശ്രമിച്ചു, അത് എടുത്തുകൊണ്ടങ്ങ് പോയി. അപ്പം റഷ്യക്ക് ഈ അനുഭവമുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഇന്ത്യ ഒരു പാഠം പഠിച്ചിട്ട് അങ്ങനല്ല, അതിനൊരു മാറ്റം ഉണ്ടാകണം, മനസ്സിലാക്കുക. ഈ പറയുന്ന അവിടുത്തെ മൂവ്മെൻറ്റ്, ഈ ഷിപ്പിൻ്റെ മൂവ്മെൻറ്റ്,
അതേപോലെ അതിൻ്റെ അകത്ത് ക്രൂഡ് എവിടെ നിന്നാണ് കയറ്റുന്നത്, ഇതിൻ്റെയൊക്കെ ഡാറ്റ അവൈലബിൾ ആണ്. ഇന്ത്യയിലെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനി അത് കൃത്യമായിട്ട് ഗവൺമെൻറ്റിനോടും പറയും. ഇന്ന ഷിപ്പ് അവിടുന്ന് ഫില്ല് ചെയ്യുന്നുണ്ട്, ഹോർമൂസിൽ നിന്ന് ഇറാൻ്റെ ഫില്ല് ചെയ്യുന്നുണ്ട്, ഇത്ര ദിവസം ഇറങ്ങും, ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ബ്രീഫ് കൊടുക്കുന്നുണ്ട്. ഈ പറയുന്ന അമേരിക്ക ഇതിനെ ഹിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയെ ഇൻഫോം ചെയ്യും. കാരണം പല ആവർത്തി വാൺ ചെയ്തു, കയറിയില്ല, ഞങ്ങളത് ഹിറ്റ് ചെയ്യാൻ പോവുക. അതിനുശേഷമേ ചെയ്യുന്നേ. അത് പോട്ടെ, ഷിപ്പ് പോയി, എന്തിനാ പാവം പിടിച്ച് ഇന്ത്യക്കാരൻ്റെ ലൈഫ് കളയുന്നത്? ഇവിടൊന്നും ജോലിയില്ലാത്തതുകൊണ്ടാണ് ഈ പറയുന്ന ഷിപ്പ് മേഖലയിൽ സെയിലറായിട്ടൊക്കെ ഈ പാവം പിടിച്ച ഇന്ത്യക്കാരൻ ജോലിക്ക് പോകുന്നത്. അവൻ്റെ കുടുംബത്തിനെന്ത് പിഴച്ചു? അത് അങ്ങനെയാണ് ഇത് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത്. ഇന്ത്യക്കാർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെൻറ് തന്നെയാണ്. പിന്നെന്തിനാ ഇത്ര റിസ്ക് എടുത്ത് ഇന്ത്യയിലോട്ട് ഇത് കൊണ്ടുവരുന്ന സമയത്ത് ആലോചിക്കണം. അതായത് US നേവി അവിടെ ഉണ്ട്, അതിനെ തടുക്കും, അതിനെ ഫയർ ചെയ്യും. അതായത് 3ഓളം ഇന്ത്യൻ വെസൽസ് ഇന്ത്യയിലോട്ട് വരുന്ന ക്രൂഡുമായിട്ട് വന്ന വെസൽസിനെ ഫയർ ചെയ്ത് മുക്കുന്നു ഒമാൻ കടൽ തീരത്ത്. ഇതിനാരാ ഉത്തരവാദി? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെയാണ്. കാരണം അറിഞ്ഞുകൊണ്ട് ചെയ്തു. അമേരിക്ക അതിനെ അടിച്ച് ഊരെ കളഞ്ഞു. അതിൻ്റെ അകത്ത് പാവം പിടിച്ച 3 ഇന്ത്യക്കാരും കൊല്ലപ്പെട്ടു. ഇതാണ് ബ്ലണ്ടർ എന്ന് പറയുന്നത്. എങ്ങനെ ഡീല് ചെയ്യണം, എങ്ങനെ ഇവരെ ഡീല് ചെയ്യണം എന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ് കാണിച്ചു, അതിന് അനുഭവം കൊടുത്തു. കാരണം ഈ പറയുന്ന US നേവിയുമായിട്ടൊന്നും പിടിച്ചു നിൽക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തുന്നതില്ല. അല്ലെങ്കിൽ ഇന്ത്യൻ നേവി അവിടെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിന്നെ സാധനം തിരിച്ചു വരത്തില്ല. കാരണം അവൻ വലിയ വലിയ എയർക്രാഫ്റ്റ് കരിയറുമായിട്ട് അവിടെ കാവൽ നിൽക്കുകയാണ് ഈ ബ്ലോക്കേഡുമായിട്ട് ബന്ധപ്പെട്ട്. അവനിതൊന്നും മൈൻഡ് പോലും ചെയ്യത്തൊന്നുമില്ല. ഇന്ത്യയെ കാര്യമായിട്ട് എടുത്തിട്ടില്ല. വീണ്ടും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, മോദി ട്രംപ് റിലേഷൻഷിപ്പ് നല്ലതായിട്ടില്ല. അല്ലെങ്കിൽ ഇത് ഫ്ലെക്സിബിളായിട്ട് വരേണ്ട സംഭവം. കാരണം ഇന്ത്യക്ക് എനർജി നീഡുണ്ട്. ഈ പറയുന്ന ഈ ഹോർമുസിൽ നിന്ന് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ ഇറാന് ടോൾ കൊടുത്തിട്ടാണ് വരുന്നത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. പറയാൻ പോകുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കംപ്ലീറ്റ് ഫെയിലിയറാണ്. ഇന്ത്യക്കാരൻ്റെ പ്രൊട്ടക്ഷനും ഇന്ത്യയിലോട്ട് വരുന്ന ക്രൂഡ് ഓയിൽ അത് വഹിക്കുന്ന ഷിപ്പ്, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. കാരണം അവിടുത്തെ കര വിട്ട് കഴിഞ്ഞാൽ, അവിടുത്തെ സീഷോർ വിട്ട് കഴിഞ്ഞാൽ, അതായത് ഹൈ സീലാണെങ്കിൽ അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഉത്തരവാദിത്വമാണ്. അങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൂയസ് കനാലിലും അതേപോലെ കരീബിയൻ പൈറേറ്റ്സ് ഇങ്ങനെ കടൽ കൊള്ളക്കാർ പ്രശ്നമുണ്ടാക്കിയിട്ട് നമ്മുടെ നേവിയാണ് പ്രൊട്ടക്ഷൻ കൊടുത്തത് ഇന്ത്യൻ ഷിപ്പുകൾക്ക്. പക്ഷെ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റാത്തത്, അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ മുമ്പിൽ ഇന്ത്യ ഒരു പുല്ലുമല്ല, മോദി ഒരു കുന്തവുമല്ല. അതാ അതിൻ്റെ കാര്യം. ഇവിടെയുള്ള കുറച്ച് തള്ളുമാമന്മാർ ഇത് പറയുന്നതേ ഉള്ളൂ. യാഥാർത്ഥ്യം കണ്ടു, നമ്മുടെ വിസിബിൾ, നമ്മുടെ കൺമുമ്പിലാണ് കാണുന്നത്. 3ഓളം ഇന്ത്യൻ ഷിപ്പുകളാണ് മുക്കിയിരിക്കുന്നത്. എൻ്റെ നഷ്ടത്തെപ്പറ്റി പറയുന്നില്ല, പക്ഷെ അവിടെ മനുഷ്യൻ കൊല്ലപ്പെട്ടു, അതാ ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു. അതിനാരാണ് ഉത്തരവാദിത്വം കൊടുക്കുന്നത്? ഇതെല്ലാം കൂടെ കഴിയുമ്പോൾ ഒരു കാര്യം പിടികിട്ടും. മോദിയുടെ ഡിപ്ലോമസി ആണെങ്കിലും ട്രേഡ് ആണെങ്കിലും ഈ പറയുന്ന ക്രൂഡ് ഓയിൽ മേടിക്കുക, എനർജിയുമായി ബന്ധപ്പെട്ട ട്രേഡ് ബിസിനസ് ആണെങ്കിലും കംപ്ലീറ്റ് ഫെയിലിയറാണ്. അമേരിക്കയുടെ മുമ്പിൽ നമ്മളൊന്നുമല്ല, നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അറ്റ്ലീസ്റ്റ് സ്ട്രോങ് ആയിട്ടൊരു പ്രതിഷേധം നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും പരിതാപകരമായ വിഷയം.